ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുരുഭ്യോ നമ. ഓം ഗണപതേ നമ. ഓം പം പരമാത്മനേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 17-ാം അധ്യായം. ഈ അധ്യായത്തിൽ ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുവിൻ്റെയും ജനനം, ഹിരണ്യാക്ഷന്റെ ദിഗ്വിജയം. അപ്പോൾ അവിടെ മൈത്രേയ മഹർഷി പറയാൻ ആരംഭിക്കണം. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിന്റെ തുടർച്ചയാണ് നമ്മൾ ഈ അധ്യായത്തിൽ കേൾക്കാൻ പോകുന്നത്. അധ്യായം വായിച്ച് പറയാം. അഥ സപ്തമോധ്യായ. മൈത്രേയ ഉവാച. നിശമ്യ ആത്മഭുവാഗീതം കാരണം ശങ്കയോച്ഛിത തതസർവേ ന്യവർത്തന്ത ത്രിദിവായ ദിവൗകസ. സർവേ എല്ലാ ദിവൗകസഹ ദേവന്മാരും ആത്മഭുവാഗീതം ബ്രഹ്മാവരുളി ചെയ്ത കാരണം നിശമ്യ കേട്ടിട്ട്, ശങ്കയാ ഉച്ഛിത സംശയവിമുക്തരായിട്ട്, തതഹ അവിടെ നിന്ന് ത്രിദിവായ സ്വർഗത്തിലേക്ക് ന്യവർത്തന്ത മടങ്ങി. അപ്പൊ ബ്രഹ്മാവിന്റെ വാക്യത്തിൽ നിന്ന് തങ്ങൾ അനുഭവിക്കുന്ന ക്ലേശത്തിന്റെ കാരണമൊക്കെ മനസ്സിലാക്കിയ ദേവന്മാര് അവരുടെ ആശങ്കകളൊക്കെ വെടിഞ്ഞ് സ്വർഗലോകത്തിലേക്ക് മടങ്ങി. ഇങ്ങനെ ഈ മൈത്രേയ വാക്യത്തോടു കൂടിയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ദിദിസ്തു ഭർത്തുരാദേശാത് അപത്യ പരിശങ്കിനി പൂർണേ വർഷശത്തെ സാധ്വി പുത്രൗ പ്രസുഷുവേയമൗ. ഭർത്താവിന്റെ ആദേശാത് നിർദ്ദേശപ്രകാരം അപത്യ പരിശങ്കിനി പുത്രരിൽ ആശങ്കാകുലയായ സാധ്വിയായ ദിതിയാകട്ടെ വർഷശതേ 100 വർഷം പൂർണ്ണേ തികഞ്ഞപ്പോ യമൗ പുത്രൗ ഇരട്ട പുത്രന്മാരെ പ്രസുഷുവേ പ്രസവിച്ചു. അപ്പൊ തൻ്റെ ഭർത്താവിന്റെ വാക്യം ശ്രവിച്ച് പതിവ്രതാരത്നമായ ദിതി തൻ്റെ സന്താനങ്ങളെ പറ്റി ശങ്കിക്കുന്നവളായിട്ട് അവരാൽ ദേവന്മാർക്കും മറ്റും ദ്രോഹം സംഭവിക്കുമെന്ന ആശങ്കയോടെ 100 സംവത്സരം പൂർണ്ണമായപ്പോൾ 2 പുത്രന്മാരെ പ്രസവിച്ചു. അപ്പൊ ഇച്ഛാപ്രസൂതി എന്നൊക്കെ നേരത്തെ കശ്യപൻ ദിതിയെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൾ വളരെ കാലം കാത്തു നിന്നു. എന്നാലും പ്രസവിച്ചല്ലേ പറ്റൂ. അവര് പ്രസവിച്ചു. എന്നിട്ട് എന്തുണ്ടായി? അവള് ഈ പുത്രന്മാർക്ക് ജന്മം കൊടുത്ത സമയത്തുണ്ടായിട്ടുള്ള ആ കോലാഹലങ്ങൾ, ആ സമയത്തുള്ള ദുർനിമിത്തങ്ങളാണ് നമ്മൾ ഇനിയുള്ള ശ്ലോകങ്ങളിൽ കേൾക്കുന്നത്. ഉത്പാദ ബഹവസ്തത്ര നിപേതു ജായമാനയോ ദിവി ഭൂവി അന്തരീക്ഷേച്ച് ലോകസ്യോരു ഭയാവഹ. തയോഹോ ജായമാനയോഹോ അവർ ജനിക്കുന്ന സമയത്ത് തത്ര ലോകസ്യ അവിടെ ലോകത്തിന് ദിവി ദ്യോവിലും ഭുവി ഭൂമിയിലും അന്തരീക്ഷേച്ച അന്തരീക്ഷത്തിലും ഒരു ഭയാവഹ വല്ലാത്ത ഭയം വരുത്തുന്ന ബഹവഹ ധാരാളം ഉത്പാദാഹ ദുർനിമിത്തങ്ങൾ നിപേതു പതിച്ചു ഉണ്ടായി എന്നൊക്കെ അർത്ഥം. അപ്പൊ അവരുടെ ജനന സമയത്ത് തന്നെ ലോകത്തിന് ഭയം വരുത്തുന്ന അനേകം ദുർനിമിത്തങ്ങൾ സ്വർഗത്തിലും ഭൂമിയിലും അന്തരീക്ഷത്തിലുമൊക്കെ ഉണ്ടായി. അപ്പൊ അവിടെ നമ്മൾ ഉൽപാദം എന്നൊരു വാക്ക് കാണാം. ഉൽപാദം എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നു, അത്രി മഹർഷി വേദാധിഷ്ഠിതമായ നിമിത്ത ശാസ്ത്രം ഗർഗ മഹർഷിക്ക് ഉപദേശിച്ചു. അതാണ് നിമിത്ത ശാസ്ത്രം. അതായത് നിമിത്തങ്ങളെ കുറിച്ച് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഈ ഗ്രന്ഥത്തിലാണ്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ജ്യോതിഷത്തിന്റെ ആചാര്യനായിട്ടുള്ള വരാഹമിഹിരാചാര്യര് സമാസ സംഹിത എന്ന ഗ്രന്ഥം നിർമ്മിച്ചത്. അതുപോലെ ബൃഹത് സംഹിതയിലും ഈ നിമിത്ത ശാസ്ത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പ്രഥമ സ്കന്ധം 14-ാം അധ്യായത്തിലും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അവിടെയും യുധിഷ്ഠിരൻ പലതരത്തിലുള്ള ദുർനിമിത്തങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ സമയത്ത്. അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന ഈ കുറച്ച് ശ്ലോകങ്ങളില് ഈ ദിതിദേവിയുടെ പ്രസവ സമയത്ത് ഉണ്ടായിട്ടുള്ള നിമിത്തങ്ങൾ ഓരോന്നായി മൈത്രേയ മഹർഷി വിവരിക്കുകയാണ്. അപ്പം വരാഹമിഹിരാചാര്യരുടെ ബൃഹത് സംഹിതയിൽ പറയുന്നത് അസാധാരണ രീതിയിലുള്ള പ്രസവം തന്നെ ഒരു ദുർനിമിത്തമാണ് എന്നാണ്. പ്രസവ വികാരേ സ്ത്രീണാം ദ്വിത്രി ചതുഷ് പ്രഭൃതി സംപ്രസൂതൗ വാ ഹീനാതിരിക്രകാലേ ച ദേശകുല സംക്ഷയോ ഭവതി. അതായത് അസാധാരണമായ പ്രസവം 2, 3, 4 അതിലധികം കുട്ടികളെ പ്രസവിക്കുക,
ഗർഭം തികയാതെയോ തികഞ്ഞതിന് ശേഷം വളരെ വൈകിയോ പ്രസവിക്കുക, ഇവയൊക്കെ രാജ്യത്തിനും കുടുംബത്തിനും ആപൽക്കരമാണ്. ഇങ്ങനെ ആ പ്രസവിക്കുന്ന കുട്ടികളെ കുറിച്ച് തന്നെ അവർ തന്നെ ഈ ദുർലക്ഷണങ്ങളോടുകൂടി ജനിച്ചാൽ അത് തന്നെ ഒരു ദുർനിമിത്തമായിട്ട് പറയാറുണ്ട്. അപ്പൊ ഇവിടെ ദിതി ഇരട്ടയാണ് പ്രസവിച്ചത്, അതും 100 സംവത്സര കാലം ഗർഭം ധരിച്ചതിന് ശേഷം. അപ്പോൾ അവിടെ മുതൽ നമ്മൾ ദുർനിമിത്തങ്ങളുടെ ഒരു പരമ്പരയാണ് ഇവിടെ കാണുന്നത്. സഹാചല ഭുവശ്ചേലു ദിശ സർവാ പ്രജ്വലു സോൽക്കാശ്ച ആശനയ പേതു കേതവശ്ച ആർത്തിഹേതവ ഭൂപ്രദേശങ്ങൾ സഹാചലാഹ പർവ്വതങ്ങളോടെ ചേലു ചലിച്ചു, ദിശഃ സർവഹ ദിക്കുകളെല്ലാം പ്രജ്വലു കത്തിയെരിഞ്ഞു, ആർത്തിഹേതവഹ ദുഃഖം ജനിപ്പിക്കുന്ന സോൽക്കാഹ ഉൽക്കകള് കൊള്ളിമീൻ ചാട്ടത്തോടെ, അശനയഹാച്ച ഇടുത്തിയും വീണു, കേതവഹ ധൂമകേതുക്കൾ, നിപേതൂച്ച പരക്കുകയും ചെയ്തു. ബഭൗവായു സുദുസ്പർശ ഭൂത്കാരാനീരയൻ മുഹു ഉന്മൂലയൻ നഗപതീന് വ്യാത്യാനീകോ രജോധ്വജ. സുദുസ്പർശ കാഠിന്യമുള്ളതും, മുഹു ഇടയ്ക്കിടയ്ക്ക്, ഭൂത്കാരയൻ വലിയ ഇരമ്പലുകൾ, ഈരയൻ ഉണ്ടാക്കിക്കൊണ്ടും, നഗപതീൻ വൻമരങ്ങളെ, ഉന്മൂലയൻ കട്ടപ്പുഴക്കി വീഴ്ത്തിക്കൊണ്ടും, വാത്യാനീക ചുഴലിക്കൊടുങ്കാറ്റിന്റെ പടകളോട് കൂടിയിട്ടും, അതായത് തുടർച്ചയായിട്ട് ചുഴലിക്കാറ്റുകൾ എന്നർത്ഥം, രജോധ്വജ പൊട്ടിപ്പടലങ്ങളാകുന്ന കൊടിയോടും കൂടിയ വായു കൊടുങ്കാറ്റ് ബവൗ വീശി, ഉദ്ധസത്തടിദംഭോദഘടയാ നഷ്ടഭാഗണേ വ്യോമ്നി പ്രവിഷ്ടതമസ നസ്മവ്യാദൃശ്യതേ പദം. ഉത്ത് ഹസത്ത് തടിത് അംബോധ ഘടയാ, ഉച്ചത്തിൽ അട്ടഹസിക്കുന്ന മിന്നൽപ്പിണരോട് ഇടകലർന്ന കാർമേഘ സമൂഹത്താൽ, നഷ്ടഭാഗേണ ജ്യോതിർഗോളങ്ങളുടെ പ്രഭ നഷ്ടമായപ്പോ, വ്യോമ്നി ആകാശത്തിൽ, പ്രവിഷ്ടതമസ വ്യാപിച്ച ഇരുട്ടുകൊണ്ട്, പങ്കം ഒരിടവും ചെളി നിറഞ്ഞ്, ന വ്യാദൃശ്യതേസ്മ കാണാതായി, ശുക്രോശ വിമനാവാർദ്ധി ഉദൂർമി ക്ഷുഭിതോദരഃ സോദപാനാശ്ച സരിതശ്ചുക്ഷുഭു ശുഷ്കപങ്കജ. വാർഭി സമുദ്രം, ക്ഷുഭിതോദരഃ ഉൾഭാഗം കലങ്ങി മറിഞ്ഞ്, ഉദൂർമി വമ്പിച്ച തിരമാലകളോടെ, വിമന ഇവ ദുഃഖിതനെ പോലെ, ശുക്രോശ ഇരമ്പി ഉറക്കെ കരഞ്ഞു എന്നർത്ഥം. ശുഷ്കപങ്കജാഹ വാടിയ താമരപ്പൂക്കളുള്ള, സോദപാനാഹ മറ്റ് ജലാശയങ്ങളോടെ, സരിതഹാച്ച പുഴകളും മറ്റുമൊക്കെ, ചുക്ഷുഭു കലങ്ങി മറിഞ്ഞു, മുഹു പരിധയോ ഭൂവൻ സരാഹോ ശശിസൂര്യയോഹോ നിർഘാത രഥ നിർഹ്രാദ വിവരേഭ്യ പ്രജജ്ഞിരേ. സരാഹോ രാഹുഗ്രസ്തരായ, ശശിസൂര്യയോഹോ ചന്ദ്രസൂര്യന്മാർക്ക്, മുഹു വീണ്ടും വീണ്ടും, പരിധയ പരിവേഷങ്ങൾ, അതിനാണ് നമ്മൾ കൊറോണ എന്ന് പറയും അല്ലേ, സൂര്യൻ്റെ ഒക്കെ ചുറ്റുമുള്ള ഒരു വലയം കാണാം, അതിനെയാണ് പരിധി എന്ന് പറയുന്നത്. ആ പരിവേഷങ്ങൾ അഭൂവൻ ഉണ്ടായി, നിർഘാതാഹ മേഘമില്ലാതെ ഇടിവെട്ടലും, വിവരേഭ്യ ഗുഹകളിൽ രഥനിർഹ്രാദ രഥശബ്ദം പോലുള്ള ഘോഷവും, പ്രജജ്ഞിരെ ഉണ്ടായി. ഇപ്പം എന്തൊക്കെ കോലാഹലങ്ങളാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. പർവ്വതങ്ങൾ കുലുങ്ങുമാറ് ഭൂകമ്പമുണ്ടായി, ദിക്കുകളെല്ലാം ജ്വലിച്ചു, കൊള്ളിമീൻ ചാട്ടവും വജ്രപാതവും ഉണ്ടായി, ഭയത്തെ ജനിപ്പിക്കുമാറ് കേതുക്കൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തു. ചുഴലിയാകുന്ന സൈന്യത്തോടും പൊടിപടലമാകുന്ന ധ്വജത്തോടും കൂടിയ കൊടുങ്കാറ്റ് ഭൂൽക്കാരത്തോടെ ആഞ്ഞടിച്ച് വൃക്ഷങ്ങളെ കടപുഴക്കി. അട്ടഹസിക്കുന്ന ഇടിമിന്നലോടുകൂടിയ മേഘപടലത്താൽ ജ്യോതിർഗോളങ്ങൾ മറയ്ക്കപ്പെട്ടു. തന്നിമിത്തം വ്യാപിച്ച അന്ധകാരത്താൽ സ്ഥലങ്ങളൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. സമുദ്രം ദുഃഖഭാവത്തിൽ തിരമാലകളാകുന്ന കൈകൾ ഉയർത്തി ഉറക്ക നിലവിളിച്ചു. കിണറ്, കുളം, നദികൾ ഇവയെല്ലാം വാടിയ താമരപ്പൂക്കളോടെ ക്ഷോഭിച്ചു. രാഹുഗ്രസ്തരായ ചന്ദ്രസൂര്യന്മാർക്ക് പരിവേഷങ്ങൾ വീണ്ടും വീണ്ടും കൂടി വന്നു.
മേഘങ്ങൾ കൂടാത്ത ഇടിവെട്ടൽ. അല്ലേ, സാധാരണ മഴക്കാലത്താണ് ഇടിവെട്ട്, ആ സമയത്ത് മേഘങ്ങൾ ഉണ്ടാവും. ഇത് മേഘങ്ങളൊന്നുമില്ല ആകാശത്ത്, എന്നിട്ടും ഗംഭീരമായ ഇടിശബ്ദം. പർവ്വത ഗുഹകളിൽ നിന്ന് രഥങ്ങൾ പോകുന്നത് പോലെയുള്ള മുഴക്കമുള്ള ശബ്ദം ഇതൊക്കെ ഉണ്ടായത്ര. ഇതൊക്കെ ദുർനിമിത്തങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ രാഹുഗ്രസ്തർ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് ഉണ്ടായി എന്നർത്ഥം. അല്ലെങ്കിൽ ഒരേ സമയത്ത് തന്നെ, ഒരേ ദിവസം തന്നെ ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം. അത് ഏറ്റവും ദുർനിമിത്തമായിട്ടാണ് പറയുന്നത്. കാരണം ഈ ഏകകാലത്ത് ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഉണ്ടാവുക എന്നുള്ളത് ജ്യോതിശാസ്ത്ര പ്രകാരം അസാധ്യമാണ്. അതാണത്രേ അവിടെ സംഭവിച്ചത്. കാരണം അത്ര അപകടകാരികളാണ് ഈ ജനിച്ച രണ്ടാൾക്കാർ. ഈ രീതിയിൽ, അതായത് ഒരേ സമയത്ത് ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഉണ്ടായത് മഹാഭാരത യുദ്ധാരംഭ കാലത്തും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വ്യാസഭഗവാൻ തന്നെ പറയണു, മഹാഭാരതത്തിൽ കാണാം. ഇമാം തു നാഭിജാനേഹ മമാവാസ്യാം ത്രയോദശീം ചന്ദ്രസൂര്യാവുഭൗ ഗ്രസ്താവ് ഏകമാസീം ത്രയോദശീം. ഇങ്ങനെ മഹാഭാരതം ഭീഷ്മപർവത്തിലെ വേദവ്യാസ മഹർഷി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരേ സമയം ഒരേ ദിവസം തന്നെ ഇത് രണ്ടും സംഭവിക്കുക. അങ്ങനെ സംഭവിക്കാറില്ല, പക്ഷെ അതിഭയങ്കരമായ മഹാഭാരത യുദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജനിക്കുന്ന സന്ദർഭത്തിലും ഇങ്ങനൊരു അസാധാരണമായ സംഭവം ഉണ്ടായി അത്രേ. അത് ആ ലോകത്തിന് വലുതായ വിപത്തിനെ സൂചിപ്പിക്കുന്നതും കൂടിയാണ് എന്നാണ്. എന്നിട്ടതാ വീണ്ടും തുടരുന്നു. അന്തർഗ്രാമേഷു മുഖത്തോ വമന്ത്യോ വഹ്നിമുൽബണം സൃഗാലോലൂകടങ്കാരൈഹി പ്രണേതുരശിവം ശിവഃ. അന്തർഗ്രാമേഷു, ഗ്രാമപ്രദേശങ്ങളിൽ, ശിവഃ പെൺകുറുക്കന്മാർ, മുഖതഃ വായിൽ നിന്ന്, ഉൽബണം ശക്തിയായിട്ടുള്ള, വഹ്നിം തീജ്വാല, വമന്ത്യം വമിച്ചുകൊണ്ടും, സൃഗാലോലൂകടങ്കാരൈഹി, സൃഗാല എന്ന് പറഞ്ഞാൽ കുറുക്കൻ, ഉലൂക്കം എന്ന് പറഞ്ഞാൽ മൂങ്ങ, കുറുക്കൻ മൂങ്ങ ഇവ ശബ്ദിച്ചുകൊണ്ടും, അശിവം അമംഗളമായ, പ്രണേതു ബഹളമുണ്ടാക്കി, സംഗീതവദ്രോദനവദുന്നമയ്യ ശിരോധരം ഉന്നമയ്യ ശിരോധരാം വ്യമുഞ്ചൻ വിവിധ വാചോ ഗ്രാമസിംഹാസ്തതസ്തതഃ. തതഃ തതഃ അവിടെവിടെയായി, ശിരോധരാം കഴുത്ത്, ഉന്നമയ്യ ഉയർത്തിക്കൊണ്ട്, ഗ്രാമസിംഹ, ഗ്രാമസിംഹം എന്ന് പറഞ്ഞാൽ നായ പട്ടി എന്നൊക്കെ അർത്ഥം. പട്ടികള് സംഗീതവത് പാട്ടുപോലെയും, രോദനവത് നിലവിളിക്കുന്നത് പോലെയും, വിവിധ പലതരത്തില് വാചഹ ശബ്ദങ്ങളും വ്യമുഞ്ചൻ ഉണ്ടാക്കി. ഖരാശ്ച കർക്കശൈക്ഷത ഘുരിർഘനന്തോധരാതലം ഖാർക്കാരരഭസ മത്താഹ പര്യധാവൻ വരൂഥശ. ഹേ ക്ഷത്ത, അല്ലയോ വിതുര, മത്താഹ മതിച്ച, ഖരാഹ കഴുതകൾ, വരൂഥശഃ സംഘം ചേർന്ന്, കർക്കശൈഹി പരുപരുക്കൻ, ഘുരൈഹി കുളമ്പുകൾ കൊണ്ട്, ധരാതലം നിലത്ത്, ഖ്നന്തഃ മാന്തിക്കൊണ്ടും, ഖാർക്കാരരഭസ ഘർ ഘർ എന്ന് ശബ്ദിച്ചും, പര്യധാവൻ ഓടി നടന്നു. രുദന്തോ രാസഭത്രസ്താഹ നീടാദുദപതൻ ഖഗാഹ ഘോഷേരണ്യേ ച പശവ ശകൃന്മൂത്രമകുർവതഃ. രാസഭത്രസ്താഹ കഴുതകളുടെ ശബ്ദം കേട്ട് പേടിച്ച, ഖഗാഹ പക്ഷികൾ, രുദന്തഃ കരഞ്ഞുകൊണ്ട്, നീടാത് കൂട്ടിൽ നിന്ന്, ഉദപതൻ പറന്നുപോയി, ഘോഷേ തൊഴുത്തിലും, അരണ്യേച്ച കാട്ടിലുമുള്ള, പശവഹ മൃഗങ്ങള് പശുക്കള്, ശക്രന്മൂത്രമകുർവതഃ അവ ഭയന്നിട്ട് മലമൂത്രങ്ങൾ വിസർജിച്ചു. ഇപ്പൊ ഗ്രാമാന്തർഭാഗത്ത് മുഖത്തു നിന്ന് അഗ്നി വമിച്ചുകൊണ്ടുള്ള പെൺകുറുക്കന്മാരും കഠോര ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് കുറുക്കന്മാർ, കൂമന്മാർ ഇവയും അമംഗളത്തെ സൂചിപ്പിച്ചു. അവിടെ അഗ്നി വമിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ കുറുക്കന്മാരുടെ വായിൽ കൂടെ നൊരയും പതയും ഒഴുക. അതായത് ഉമിനീര് ആസിഡാണ്. ആസിഡിന് അഗ്നി എന്ന് പറയും. അഗ്നിരസം, അഗ്നിരസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിലുള്ള ആസിഡാണ്. അപ്പൊ അത് ആ കുറുക്കന്മാരുടെ വായിൽ കൂടെ ഇങ്ങനെ നൊരയും പതയും ഒക്കെ ഒഴുക്കിച്ചാൽ അവർക്ക് പേ പിടിച്ചു എന്നർത്ഥം. സാധാരണ കുറുക്കനും മറ്റുമൊക്കെയാണ് പേ പിടിക്കുക. അങ്ങനെ പേ പിടിച്ച പട്ടികളും കുറുക്കന്മാരും ഒക്കെ നാല് ഭാഗത്തും, സാധാരണ കാട്ടിൽ നിന്ന് അവർ ഇറങ്ങി വരാറില്ല, ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇവരൊക്കെ
കൂക്കി വിളിച്ചുകൊണ്ട് ഓടണു. കഴുത്തുയർത്തി പിടിച്ച് പാടുകയാണോ നിലവിളിക്കുകയാണോ എന്നറിയാൻ പറ്റാത്ത വിധം നായ്ക്കള് ഓരിയിടുന്നു, പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. ഗ്രാമസിംഹം എന്ന് പറഞ്ഞാൽ ശ്വാപ നായ. അല്ലയോ ക്ഷത്താവേ വിതുര, കഴുതകള് മത്തന്മാരായിട്ട് അവയുടെ കർക്കര ശബ്ദം മുഴക്കിക്കൊണ്ടും കുളമ്പടികൾ കൊണ്ടും ഭൂമിയെ മർദ്ദിച്ചും സംഘം സംഘമായിട്ട് സഞ്ചരിക്കുന്നു. ഈ കുതിരകളും സാധാരണ ഇങ്ങനെ ഒരു ഭ്രാന്തെടുത്ത പോലെ പെരുമാറും. കഴുതകളും ഒക്കെ, മൃഗങ്ങൾക്കൊക്കെ ഇങ്ങനെ ആ അന്തരീക്ഷത്തിൽ മാറ്റം ഉണ്ടാകുന്ന സമയത്ത്, അത് പ്രത്യേകിച്ചും ഈ ജന്തുക്കളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. അപ്പൊ ആ കഴുതയുടെ ശബ്ദത്തിനാണ് അവിടെ ഘർഘര എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കഴുതകളുടെ ശബ്ദം കേട്ടിട്ട് പക്ഷികളൊക്കെ പറന്നുപോയി എന്നാണ്. വനങ്ങളിലും മറ്റൊക്കെ ഉള്ള സകല ജീവജാലങ്ങളിലും, നാട്ടിൽ നമ്മൾ വളർത്തുന്ന പശു തുടങ്ങിയിട്ടുള്ളവയും കാട്ടിലുള്ള മൃഗങ്ങളും ഒക്കെ പേടിച്ചിട്ട് മൂത്രമൊഴിച്ചു അത്രേ. അവിടെ 9ാമത്തെ ശ്ലോകത്തില് ശിവാഹ അശിവം ഇങ്ങനെയുള്ള ഒരു നല്ല സുന്ദരമായ ഒരു പ്രയോഗം കാണാം. ശിവാഹ എന്ന് പറഞ്ഞാൽ പെൺകുറുക്കന്മാർ എന്നാണ് ആ വാക്കിന് അർത്ഥം. ശിവ എന്ന് പറഞ്ഞാൽ പെൺകുറുക്കൻ എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ ശിവാഹ അശിവം നല്ലൊരു സുന്ദരമായ പ്രയോഗമാണത്. വിരോധാഭാസം ആയിട്ടുള്ളൊരു പ്രയോഗമാണത്. അതിന്റെ അലങ്കാരം വിരോധാഭാസമാണ്. അതായത് നല്ലവ കൂടി ദുഷിച്ചു എന്ന് ആ പ്രയോഗത്തിന്റെ ഗൂഢാർത്ഥം. അതായത് ശിവം എന്നുള്ള ശബ്ദത്തിന് മംഗളം എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പൊ ശിവാഹ അശിവം എന്ന് വേദവ്യാസ മഹർഷി പറയുമ്പോൾ മംഗളകരമായവ പോലും അമംഗളകരമായി തീർന്നു എന്നർത്ഥം. അതുപോലെ 12ാമത്തെ ശ്ലോകത്തില് ഘോഷത്തില് ഗ്രാമ്യ പശുക്കൾ, വനത്തിൽ ആരണ്യ പശുക്കൾ. ഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പശുക്കളെ ഗോശാല എന്നർത്ഥം. പശുക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുന്ന സ്ഥലം. അതായത് പശുക്കൾ എന്ന് പറയുമ്പോൾ അവിടെ ആടും എരുമയൊക്കെ പെടും. കാരണം മനുഷ്യൻ വളർത്തുന്ന മൃഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുന്ന സ്ഥലത്തിനാണ് ഘോഷം എന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ മൃഗങ്ങളെയൊക്കെ വളർത്താറുണ്ടല്ലോ. ഗൗരജോ മനുജോശ്വശ്ച മേഷ അശ്വതര ഗർദഭ ഗ്രാമ്യാഹ സത്ര സമാഖ്യാതാഹ പശവ സാധുവേദിഭി. ഇങ്ങനെ നമ്മൾ ഈ വളർത്തു മൃഗങ്ങള്, പശു, അതുപോലെ തന്നെ പഴയ കാലത്ത് മഹർഷിമാരും മറ്റുമൊക്കെ മാനുകളെയും മറ്റുമൊക്കെ വളർത്താറുണ്ട്, ആടുകളെ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, ഈ ഗ്രാമ്യ പശുക്കൾ ഏതാന്നുള്ളത്. മറ്റേത് വന്യമൃഗങ്ങൾ, സിംഹം, വ്യാഘ്രം, വരാഹം, മഹിഷം, ആന. അപ്പൊ ഈ 2 തരത്തിലുള്ള മൃഗങ്ങളും ആണ് അവിടെ സൂചിപ്പിച്ചത്. അപ്പൊ നാട്ടിലും കാട്ടിലും ഒക്കെ ഉള്ള മൃഗങ്ങളൊക്കെ അകാരണമായി ഭയപ്പെടുന്നു. പിന്നെ കോലാഹലങ്ങളൊക്കെ അന്തരീക്ഷത്തിലൊക്കെ ഉണ്ട്. അന്തരീക്ഷത്തിലെ മാറ്റങ്ങളൊക്കെ ഈ ജീവജാലങ്ങൾക്ക് അറിയാൻ സാധിക്കും. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നാണ്. ഗാവോത്രസൻ അസൃഗ്ദോഹ തോയത പൂയവർഷിണ വ്യരുതൻ ദേവലിംഗാനി ദ്രുമാഹ പേതുർവിനാനിലം. ഗാവഹ പശുക്കൾ, അത്രസന്ന് ഭയന്നു, അസൃഗ്ദോഹ അവ രക്തം ചുരത്തുന്നവയായും, തോയദാഹ മേഘങ്ങൾ, പൂയവർഷിണ മലം വർഷിക്കുന്നവയുമായി തീർന്നു. ദേവലിംഗാനി ദേവപ്രതിമകൾ, ബരുദൻ കണ്ണീരിലാണ്ടു, അനിലംബിന കാറ്റില്ലാതെ, ദ്രുമാഹ വൃക്ഷങ്ങൾ, പേതു നിലംപതിച്ചു. ഗ്രഹാൻ പുണ്യതമാനന്നെ ഭഗടാംശാപി ദീപിതാഹ അതിചേരു വക്രഗത്യാഹ യുയുധുശ പരസ്പരം. പുണ്യതമാൻ ഗ്രഹാൻ ശുഭഗ്രഹങ്ങളെയും, ഭഗണാഞ്ച അപി നക്ഷത്രാദികളെയും, ദീപ്താഹ ജ്വലിക്കുന്നവയും, അന്യേ അങ്ങനെയല്ലാത്തവയുമായ, അതിചേരു ആക്രമിച്ചു, വക്രഗത്യ വക്രഗതി കൊണ്ട്, പരസ്പരം യുയുധു കലഹിക്കുകയും ചെയ്തു. അപ്പൊ പശുക്കളൊക്കെ ഭയന്നു വിറച്ചു, അവ രക്തം ചുരത്തി, മേഘം മലം വർഷിച്ചു, ദേവപ്രതിമകൾ നിലവിളിച്ചു. സാധാരണഗതിയിൽ ദേവപ്രതിമ ഈ ജീവനുള്ളതാണെങ്കിലും അത് ചലിക്കുകയോ ശബ്ദിക്കുകയോ ഒന്നും ചെയ്യില്ല. അതായത് പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങൾ, ആ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങൾ പോലും ഉറക്ക നിലവിളിച്ചു എന്നാണ്. കാറ്റില്ലാതെ വൃക്ഷങ്ങൾ കടപുഴങ്ങി വീണു. പാപഗ്രഹങ്ങൾ കൂടുതൽ പ്രകാശിച്ചുകൊണ്ട് പുണ്യഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും നിഷ്പ്രഭമാക്കി തീർത്തു. ഗ്രഹങ്ങൾ വക്രഗതി കൊണ്ട് പരസ്പരം യുദ്ധം ചെയ്തു. അപ്പൊ ഇങ്ങനെ ഈ ശ്ലോകങ്ങളിൽ നമ്മൾ അനേകം ദുർലക്ഷണങ്ങളെ പറ്റിയാണ് കാണുന്നത്.
അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഫലം പറയുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. അതായത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്തെല്ലാം ഫലങ്ങൾ ഉണ്ടാവും എന്ന് ജ്യോതിഷാചാര്യന്മാര് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും വരാഹമിഹിരാചാര്യൻ. അപ്പം നിമിത്തശാസ്ത്രം വേദത്തിൽ അധിഷ്ഠിതമാണ്. നിമിത്തശാസ്ത്രത്തെക്കുറിച്ചുള്ള സംഗതികളും വേദത്തിൽ കാണാം. വേദം അംഗീകരിച്ചിട്ടുണ്ട് നിമിത്തശാസ്ത്രങ്ങളിൽ പറയുന്ന സംഗതികളൊക്കെ ശരിയാണ് എന്നുള്ളത്. നമുക്ക് ഏറെക്കുറെയൊക്കെ ശരിയായിട്ട് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ആദ്യത്തേതാണ് ഭൂകമ്പം. ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണവും മറ്റുമൊക്കെ ബൃഹത് സംഹിതയിലെ 32-ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. അപ്പൊ ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായിട്ടുള്ള കാരണം കൊണ്ടൊക്കെ ഭൂകമ്പം ഉണ്ടാവാം. അനിലോനിലേന നിഹതഃ ക്ഷിതൗപാതൻ സസ്വനം കരോത്യന്യേ കേചിത് അദൃഷ്ടകാരിതമിതമന്യേ പ്രാഹുരാചാര്യ എന്നാണ് ഈ ബൃഹത് സംഹിത പറഞ്ഞു വെക്കുന്നത്. അതായത് വായുസമ്മർദ്ദമാണ് കാരണമെന്ന് ചില ആചാര്യന്മാര്, വസിഷ്ഠനും മറ്റുമൊക്കെ ഭൂകമ്പത്തിന്റെ കാരണമായി വായുസമ്മർദ്ദം, അതായത് ഭൂമിക്ക് ഉള്ളിലുണ്ടാവുന്ന വായുവിന്റെ സമ്മർദ്ദം കൊണ്ട്, അന്തരീക്ഷത്തിലും ഭൂമിക്കകത്തും അന്തരീക്ഷത്തിലെ മർദ്ദം ഭൂമിയെ ബാധിക്കുന്നുണ്ട്. അതുപോലെ ഭൂമിക്കുള്ളിൽ അനേകം വാതകങ്ങളുണ്ട്. ആ വാതകങ്ങളുടെ സമ്മർദ്ദം അല്ലേ, നന്നായിട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ അകത്തുള്ള ചൂട് സഹിക്കാൻ വയ്യാതെ അതിൻ്റെ, നമ്മൾ മണ്ണ് എന്ന് പറയുന്നത് അനേകം അടരടലുകളാണ്, ഭൂമി എന്ന് പറഞ്ഞാൽ അനേകം അടരടലുകളാണ്. അപ്പൊ അവിടെ ഈ വായു സൃഷ്ടിക്കുന്ന മർദ്ദം കാരണം ഇത് പരസ്പരം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അടരടലുകളൊക്കെ. അപ്പൊ ഭൂകമ്പം ഉണ്ടാവുന്നു. ഇതൊക്കെ പണ്ടേ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അവിടെ അദൃഷ്ടം എന്ന് പറഞ്ഞു. അതായത് അദൃഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കാത്ത കാരണങ്ങൾ, അതായത് ഭൂകമ്പത്തിന്റെ കാരണങ്ങൾ കാണാൻ സാധിക്കുന്നതല്ല. ദൃഷ്ടം എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, മലയും കുന്നൊക്കെ ഇടിച്ചാൽ അല്ലേ, കെട്ടിടങ്ങളൊക്കെ ധാരാളം ഒരു ചതുപ്പ് പ്രദേശത്ത് നിർമ്മിച്ചാൽ, നദീതീരങ്ങളിലും മറ്റൊക്കെ കെട്ടിടങ്ങളും മറ്റൊക്കെ നിർമ്മിച്ചാൽ, അണക്കെട്ടുകൾ കെട്ടിയാൽ ഒക്കെ ഭൂകമ്പം ഉണ്ടാകും. അത് ദൃഷ്ടമായിട്ടുള്ള കാരണമാണ്. മറ്റേത് അദൃഷ്ടം എന്ന് പറഞ്ഞാൽ ആ കാരണം പ്രത്യക്ഷത്തിൽ കാണുന്നില്ല എന്നേ അർത്ഥമുള്ളൂ. ഇപ്പൊ അന്തരീക്ഷമർദ്ദം നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അപ്പൊ ആ രണ്ടു തരത്തിലുള്ള കാരണങ്ങളും അന്നേ നമ്മൾ നിരൂപിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ ശ്ലോകത്തിൽ കണ്ടു ഉൽക്കാപാതം, അശനിപാതം എന്നിങ്ങനെ. അതായത് കൊള്ളിമീൻ, ഇടുത്തി അല്ലേ, ഉൽക്കകള്. അതായത് ഉൽക്കകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊട്ടിത്തെറിച്ച നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയൊക്കെ അവശിഷ്ടം അന്തരീക്ഷത്തിലൂടെ വരുന്ന സമയത്ത് കത്തിപ്പിടിച്ച് അത് ഭൂമിയിൽ വന്ന് വീഴും. പക്ഷെ അധികവും ഭൂമിയിൽ വന്ന് വീഴാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്തുമ്പോഴേക്ക് തന്നെ അവ അധികവും കത്തിക്കരിഞ്ഞു പോകും. പിന്നെ ഈ അന്തരീക്ഷ മർദ്ദത്തെ അതിന് താങ്ങാൻ സാധിക്കില്ല. കാരണം അവിടെ അത് ഭ്രമണം ചെയ്തു പോകും. പക്ഷെ ചിലത് ഇതിനൊക്കെ മറികടന്ന് ഭൂമിയിൽ വന്ന് വീഴാറുണ്ട്. അങ്ങനെ ഉൽക്കാപാതം കൊണ്ട് ഭൂമിയിൽ സർവനാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയൊക്കെ വംശം തന്നെ കുറ്റിയേറ്റ് പോയിട്ടുണ്ട് ഈ ഉൽക്കാപാതം കൊണ്ടും മറ്റുമൊക്കെ എന്നാണ്. നമ്മുടെ ദിനോസറുകളുടെയൊക്കെ കാലഘട്ടം ഇല്ലാതായത് ഈ ഉൽക്കാപാതം കൊണ്ടാണെന്ന് ശാസ്ത്രകാരന്മാർ പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പണ്ടേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പല കാര്യങ്ങൾ പറഞ്ഞു പോണു. സ്വർഗത്തിലെ പുണ്യഫലം അനുഭവിച്ച ശേഷം പുനർജന്മം സ്വീകരിക്കേണ്ടി വരുന്നവർ ധിഷ്ണ്യം, ഉൽക്ക, അശനി, വിദ്യുത്ത്, താരം എന്നിങ്ങനെ 5 രൂപങ്ങളിൽ ഭൂമിയിൽ പതിക്കുന്നു എന്നാണ്. അതായത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്നാണ്. ധിഷ്ണ്യം, ഉൽക്ക, അശനി, വിദ്യുത്ത്, താരം, ഈ 5 രീതിയിലാണ് അത്രയും ഭൂമിയിൽ ആ ജീവൻ തിരിച്ചു വരുന്നത് എന്നാണ്. ദിവി ഭുക്ക ശുഭഫലാനാം ഫലതാം രൂപാണി യാനി താന്യുൽക്കാഹ ധിഷ്ണ്യോൽക്കാശന വിദ്യുത്താരോ ഇതി പഞ്ചധാ ഭിന്നാഹ എന്ന് ബൃഹത് സംഹിത. ഉൽക്കാപതനം അനേക വിധത്തിലുണ്ട്. ചിലത് ദുർലക്ഷണമാണ്. അമ്പരമധ്യാത് ബാഹ്യോ നിപന്ദ്യോ രാജരാഷ്ട്രനാശായ ഭ്രമതി ഗഗനോപരി വിഭ്രമമാഖ്യാതി ലോകസ്യ ശുക്ല രക്ര പീത കൃഷ്ണ ചോൽക്ക ദ്വിജാദ് വർണ്ണഖ്നി ക്രമശൈതാൻ ഹന്യുർമൂർധോരഃ പാർശ്വപുച്ഛസ്ഥാഹ. ആകാശമധ്യത്തിൽ നിന്ന് അനേകം ഉൽക്കകൾ ഒരുമിച്ച് പതിച്ചാൽ രാജാവിനും രാജ്യത്തിനും ഹാനികരമാണ്. അങ്ങനെയാണ്. അതായത് ഉൽക്കാപതനം ഭൂമിയിൽ ഒരുമിച്ചുണ്ടായാൽ രാജാവിനും രാജ്യത്തിനും, ഉൽക്കകൾ ആകാശമധ്യത്തിൽ ചുറ്റിത്തിരിഞ്ഞാൽ രാജാവിന് നാശം, അനാവൃഷ്ടി, ദാരിദ്ര്യം ഇത്യാദികളൊക്കെ ഫലമായിട്ട് പറയുന്നു.
അതുപോലെ ഈ ഉൽക്കകളുടെയൊക്കെ നിറം അതിൻ്റെ ആ ഒരു പ്രകാശത്തിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വെള്ള, ചുവപ്പ്, മഞ്ഞ, കറുപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള ഉൽക്കകൾ അവിടെ അതിനെയും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ തിരിച്ചിട്ടുണ്ട്. അതൊക്കെ അതിനനുസരിച്ച് അതാത് ആൾക്കാർക്ക് ആപത്തുണ്ടാക്കുന്നതാണ്. അതായത് വെളുത്ത വർണ്ണത്തിലുള്ളത് വീണാൽ ബ്രാഹ്മണർക്ക്, മഞ്ഞ ചുവപ്പ് ക്ഷത്രിയന്മാർക്ക്, മഞ്ഞ വൈശ്യന്മാർക്ക്, കറുപ്പ് ശൂദ്രന്മാർക്ക് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഉൽക്കകൾ ഭൂമിയിൽ വീണ ഉൽക്കകളുടെ അവശിഷ്ടം കാണാൻ പറ്റും. അപ്പൊ അതിന്റെ നിറമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. തലഭാഗം, മധ്യഭാഗം, പാർശ്വം, പുച്ഛം എന്ന് പറഞ്ഞാൽ വാല്, ഇവ സ്പർശിച്ചുകൊണ്ട് പതിച്ചാലും ഈ ക്രമത്തിൽ തന്നെ ഭൂമിയിൽ നാശങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു വെക്കണം. അപ്പൊ എന്തായാലും ഉൽക്കാപതനവും ഭൂകമ്പവും ഒക്കെ ഒത്തുചേർന്നാൽ ആ രാജ്യത്തെ ശത്രുഭയം, രാജാവിന് അനിഷ്ടം, ദുർഭിക്ഷം, അനാവൃഷ്ടി, ഇങ്ങനെ അനേകം ഫലങ്ങൾ ഇതിന് ഓരോന്നിനും പറഞ്ഞു വെക്കുന്നുണ്ട്. അശനിപാതം ഭയങ്കര ശബ്ദത്തോടെയാണ് അത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദേഹത്തിലും കെട്ടിടങ്ങളിന്മേലും വൃക്ഷങ്ങളിന്മേലും ഒക്കെ പതിച്ച് പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ ചക്രരൂപത്തിൽ ഉരുണ്ട് ഭൂമി പിളർക്കുക പോലും ചെയ്യുന്നു എന്നിങ്ങനെ. അശനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിവാള് എന്നാണ് അർത്ഥം. അപ്പൊ അത്ര ശക്തമായിട്ടുള്ള ഇടിമിന്നൽ പ്രവാഹം ഭൂമിയിൽ അപൂർവമായി സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അശനിസ്വേനേന മഹത നൃഗജാശ്വ മൃഗാശ്മവേശ്മ തരു പശുഷു നിപതതി വിദാരയന്തി ധരാതലം ചക്രസംസ്ഥാന. അത് നമുക്ക് മനസ്സിലായി. അതായത് മൃഗങ്ങൾ മുതൽക്ക് ഭൂമിക്ക് വരെ ആപത്തുണ്ടാക്കുന്നവയാണ് ഈ അശനിപാതങ്ങളെല്ലാം തന്നെ. പിന്നീട് അവിടെ കാണുന്ന വാക്കാണ് കേതു. കേതു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൂമകേതുക്കൾ. കേതുക്കൾ അസംഖ്യമാണ്. അവയിൽ രാഹുവിന്റെ പുത്രന്മാർ തന്നെ 33 എണ്ണം ഉണ്ട് എന്നാണ്. അതായത് 33 ഈ ധൂമകേതുക്കളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ കേതുവിന്റെ മക്കളായിട്ടാണ് എണ്ണുന്നത്. അവ താമസ കീലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കേതുക്കളുടെ ഉദയമാണ് ഏറ്റവും അപകടകരം. താമസകീലക സംജ്ഞ രാഹുസുത കേതവസ്ത്രയസ്ത്രംശാത് വർണ്ണസ്ഥാനാകാരൈസ്ഥാന് ദൃഷ്ടാതർക്കേ ഫലം ബ്രൂയാത്. അവയുടെ വർണ്ണം, സ്ഥാനം, ആകൃതി ഇവയെ ആശ്രയിച്ചിട്ടാണ് ഈ കേതുക്കളെ കൊണ്ടുള്ള അപകടങ്ങൾ, അതിന്റെ ഫലം നിർണയിക്കേണ്ടത്. ഈ ധൂമകേതുക്കൾ 3 തരത്തിലുണ്ട് എന്നാണ്. ദർശനാസ്തമയോവാന ഗണിതവിധിനാസ്യ ശക്യതേ ജ്ഞാതും ദിവ്യ അന്തരീക്ഷ ഭൗമാസ്ത്രിവിധാസ്യു കേതവോ യസ്മാത്. അതായത് ഈ കേതുക്കളുടെ ഉദയാസ്തമയങ്ങൾ ഗണിതശാസ്ത്ര പ്രകാരം കണ്ടുപിടിക്കാൻ അസാധ്യമാണ് പലപ്പോഴും. എന്നാലും നമ്മൾ പലതും അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ചരിത്രത്തിലും മറ്റൊക്കെ. ഹാലീസ് കോമറ്റൊക്കെ വന്നു പോയത് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്, നമുക്കറിയാവുന്നതാണ്. ഇനി അത് വീണ്ടും അടുത്ത നൂറ്റാണ്ടിൽ വീണ്ടും ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നൊക്കെ ശാസ്ത്രകാരന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 100ഉം 1000ഉം വർഷമൊക്കെ കൂടുമ്പോൾ ഈ ഭൂമിയിൽ വന്നു പോകുന്ന അനേകം കേതുക്കളെ കുറിച്ചൊക്കെ പണ്ടുള്ള ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രസകരമായ സംഗതി. അപ്പൊ എന്തായാലും ഈ കേതുക്കള് ദേവലോക സംബന്ധികള്, അന്തരീക്ഷ സംബന്ധികള്, ഭൂസംബന്ധികൾ, ഇങ്ങനെ 3ആയിട്ട് അതിനെ ആചാര്യന്മാർ തിരിച്ചിട്ടുണ്ട്. ഭൂസംബന്ധികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ. മറ്റേത് ദേവലോകത്തും അന്തരീക്ഷത്തിലും ഒക്കെ വന്നും പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. ദുർലക്ഷണമായി ഭവിക്കുന്ന ധൂമകേതുക്കൾ എന്നറിയപ്പെടുന്നു. അവയുടെ സ്വഭാവം മറ്റുമൊക്കെ മറ്റു കേതുക്കളിൽ നിന്ന് വളരെ വ്യത്യസ്തവും അസാധാരണവുമാണ്. അതെ, ഈ പൊതുവെ കേതു എന്നേ പറയാറുള്ളൂ. ധൂമകേതു എന്ന് പറയുന്നത് ദുർലക്ഷണമായിട്ട് വരുന്നതിനാണ് ധൂമകേതു എന്ന് പറയത്രേ. അവയുടെ സ്വഭാവം വ്യത്യാസമുണ്ട്. ഉക്രവിപരീത രൂപം എന്ന ശുഭകരോ ധൂമകേതുരുൽപ്പന്നം ഇന്ദ്രായുധാനുകാരീവ ശേഷത്തോ ദ്യുത്രിചൂലോ വാ. മഴവില്ലിന്റെ ആകൃതിയിലുള്ളവയും 2ഓ 3ഓ ശിഖരങ്ങളുള്ളവയുമായ ധൂമകേതുക്കൾ വലുതായ ആപൽ സൂചനകൾ നൽകുന്നു എന്നാണ്. അതുപോലെ അവിടെ കണ്ട മറ്റൊരു കാര്യമാണ് കൊടുങ്കാറ്റ്. ബൃഹത്സംഹിതയില് നിർഘാതം, നിർഘാത ലക്ഷണം, കൊടുങ്കാറ്റ് എന്നാണ് ആ വാക്കിനർത്ഥം. നിർഘാത ലക്ഷണാധ്യായത്തില് കൊടുങ്കാറ്റിന്റെ ലക്ഷണങ്ങളും ഫലങ്ങളും ഒക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. പവനാഭിഹതോ ഗഗനാദവനൗ യഥാ
സമാപയതി ഭവതി തദാ നിർഘാതഃ സച പാപോ ദീപ്തവിഹഗരുത. വായുസമ്മർദ്ദമാണ് കൊടുങ്കാറ്റിനുള്ള കാരണം. അത് ഭൂമിയെ സ്പർശിച്ച് ചുഴലിയായിത്തീരുന്നു. ചുഴലിക്കാറ്റുണ്ടാകുമ്പോൾ പക്ഷികൾ ആദിത്യനെ നോക്കി കരയുകയാണെങ്കിൽ അത് ആപൽ സൂചകമാണ്. അതായത് പക്ഷികൾക്ക് അത് വേഗം മനസ്സിലാവും എന്നർത്ഥം, അതിൻ്റെ ഭീകരത എത്രയുണ്ട് എന്നുള്ളത്. അപ്പം പക്ഷികളെ ഈ കൊടുങ്കാറ്റ് എപ്പോഴും ഉണ്ടാകുന്നുണ്ട്, ചുഴലിക്കാറ്റൊക്കെ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അത് വളരെ ചെറുതാണ്, ശക്തി കുറവാണ്. എന്നാൽ അത് മരങ്ങളെയും മറ്റൊക്കെ കടപുഴക്കി വീഴുന്ന അത്ര ശക്തി ഉണ്ടോ എന്നുള്ള കാര്യം മനുഷ്യനേക്കാൾ വേഗം മരങ്ങളിൽ താമസിക്കുന്ന പക്ഷികൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് പക്ഷികൾ ഈ അന്തരീക്ഷത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ വേഗം തിരിച്ചറിയുന്നത് കൊണ്ട്, കാരണം അവ ആകാശത്തിലൂടെ പറക്കുന്നവയല്ലേ, മരങ്ങളിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവയ്ക്ക് വേഗം തിരിച്ചറിയാം, അവർ വേഗം ഒച്ചയുണ്ടാക്കും ഈ കൊടുങ്കാറ്റ് വരുന്ന സമയത്ത്. അപ്പോൾ അത് നമ്മളതിനനുസരിച്ച് ശ്രദ്ധിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. മരങ്ങളും മറ്റൊക്കെ കടപുഴകി വീഴും, നല്ല കൊടുങ്കാറ്റാണ് വരുന്നത് എന്നർത്ഥം. യാദിശം ചാഭിഹന്നേത നിർഘാതോ ഭൈരവസ്വനഃ തദ്ദേശാൻ ഹന്തി ദേശാംശ സർവദിക് ഭക്രയസ്തഥ. ഗർഗസംഹിതയിലും ബൃഹത് സംഹിതയിലും ഒക്കെ ഈ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഘോരശബ്ദത്തോടെ ചുഴലിക്കാറ്റ് ഏത് ദിക്കിനെ ആക്രമിക്കുന്നുവോ ആ പ്രദേശം നശിച്ചു പോകുന്നു. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ മൃഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ കുറുക്കന്മാരെ സൂചിപ്പിച്ചു. വരാഹമിഹിരാചാര്യര് കുറുക്കന്മാരുടെ പല വിധത്തിലുള്ള ശബ്ദങ്ങളെ സംബന്ധിച്ച് ശിവാരുതം എന്നൊരു അധ്യായം തന്നെ എഴുതിയിട്ടുണ്ടെന്നാണ്. ഇന്നൊക്കെ നമ്മൾ കുറുക്കന്മാരെ കാണുന്നത് വളരെ അപൂർവമാണ്. പണ്ടൊക്കെ എല്ലായിടത്തുള്ള ഒരു ജന്തുവാണ് കുറുക്കൻ. അപ്പോൾ ആ കുറുക്കൻ്റെ ശബ്ദം ശ്രദ്ധിച്ചാൽ ചുറ്റുപാടുകളിൽ നടക്കുന്ന മാറ്റങ്ങൾ വേഗം അറിയാൻ സാധിക്കും. കാരണം ആ കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് അവ പലതരത്തിലുള്ള ഒച്ച ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിലതരം ശബ്ദങ്ങൾ മംഗളകരമാണെങ്കിലും ഈ കുറുക്കന്മാരുണ്ടാക്കുന്ന ഭൂരിപക്ഷം ശബ്ദവും ആപൽ സൂചകങ്ങളാണ് എന്നാണ്. അതുപോലെ പട്ടികൾ, അതുപോലെ അവിടെ ബൃഹത്സംഹിതയിൽ തന്നെ ശ്വചക്രം എന്ന 89-ാമത്തെ അധ്യായത്തിൽ നായ്ക്കളുടെ ശബ്ദം, പെരുമാറ്റം, ഇതിനെക്കുറിച്ചൊക്കെ വളരെയധികം ചിന്തിക്കുന്നുണ്ട്. അധികവും ദുർലക്ഷണമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ വിരുതം എന്നുള്ള 88-ാമത്തെ അധ്യായത്തിൽ പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ശബ്ദങ്ങളുടെ നിമിത്തം പറഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ കണ്ട മറ്റൊരു വാക്കാണ് ഗ്രഹയുദ്ധം. അവിടെ ബൃഹത് സംഹിതയിൽ ഗ്രഹയുദ്ധ അധ്യായത്തിൽ വിശദമായിട്ട് പല കാര്യങ്ങൾ പറയുന്നു. ഭേദം, ഉല്ലേഖം, അംശുമർദ്ദനം, ഉപസവ്യം എന്നിങ്ങനെ ഗ്രഹയുദ്ധം 4 പ്രകാരത്തിലാണ് എന്നാണ് ആചാര്യൻ പറഞ്ഞു വെക്കുന്നത്. അവിടെ നേരത്തെ നമ്മൾ 14-ാം അധ്യായത്തിൽ പ്രഥമസ്കന്ധത്തിൽ ഗ്രഹയുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജ്യോതിശാസ്ത്രത്തിലെ സാങ്കേതിക സംജ്ഞയാണ് ഈ ഗ്രഹയുദ്ധം തുടങ്ങിയിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ചില ഗ്രഹങ്ങൾ സാധാരണ ക്രമം വിട്ട് പുറകോട്ട് ചരിക്കുന്ന അവസ്ഥ, അതിനാണ് പൊതുവെ ഗ്രഹയുദ്ധം എന്ന് പറയുന്നത്. ഇനി അവിടെ പ്രതിമകളെ കുറിച്ച് സൂചിപ്പിച്ചു. പ്രതിമകളിൽ കാണുന്ന അസാധാരണ തരം പലതരത്തിലുള്ള അടയാളങ്ങളും മറ്റുമൊക്കെ, അതുപോലെ അവ ശബ്ദിക്കുക തുടങ്ങിയതൊക്കെ വലിയ സൂചനയായിട്ടാണ് ബൃഹത് സംഹിതയിൽ വർണ്ണിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് അനേകം പ്രമാണങ്ങളും മറ്റൊക്കെ അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ പൊതുവെ പറയുന്നത് അനിമിത്ത ഭംഗ ചലന ശ്വേത അശ്രു നിപാത ജൽപ്പനാദ്യാനി ലിംഗാർച്ചായതനാനാം നാശായ നരേശദേശാനാം. അതായത് ശിവലിംഗം, പ്രതിമകൾ, അതായത് വിഗ്രഹങ്ങൾ, അതായത് വീട്ടിൽ നമ്മൾ വെക്കുന്ന ഈ ശ്രീകൃഷ്ണൻ്റെയും മറ്റുമൊക്കെ ഈ ബൊമ്മകളല്ല പറയുന്നത്. നമ്മൾ കൃത്യമായി പൂജയൊക്കെ ചെയ്യുന്ന ക്ഷേത്രങ്ങളിലൊക്കെയുള്ള വിഗ്രഹങ്ങൾ, അങ്ങനെ പ്രതിഷ്ഠിക്കുകയും മറ്റൊക്കെ ചെയ്തിട്ടുള്ള വിഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ നിങ്ങളെ വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ താഴെ ഉടഞ്ഞു പോയാലോ, ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ വിഗ്രഹം പൊട്ടിപ്പോയാലോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബൊമ്മ വീണ് പൊട്ടിപ്പോയാലോ ഒന്നും ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഒരു സംശയം തോന്നും. അങ്ങനെയല്ല, നമ്മൾ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടെയുള്ള ശിവലിംഗങ്ങൾ, അതുപോലെ വെറും അർച്ചനാബിംബങ്ങൾ, അവിടെ പൂജിക്കുന്ന വിഗ്രഹം വേറെ ഉണ്ടാവും, ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് സുന്ദരമായി അലങ്കരിച്ച് വെച്ചിട്ടുള്ള പ്രതിമകൾ ക്ഷേത്രത്തിനകത്തും മറ്റുമൊക്കെ, അത് പൊട്ടുക, ചലിക്കുക, അവയിൽ വിയർപ്പ് പൊടിയുക, കണ്ണീര് വരിക, അത് വീഴുക, അപശബ്ദങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ രാജാക്കന്മാർക്കും രാജ്യത്തിനും ആപൽ സൂചകമാണ് എന്ന് പറയുന്നു. അവിടെ 20-ാമത്തെ അധ്യായത്തിൽ ദുർലക്ഷണങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ ഈ ബൃഹത് സംഹിതയിൽ കൊടുത്തിട്ടുണ്ട്. ഉൽക്കാഹരിശ്ചന്ദ്രപുരം രാജനിർഘാത
ഭൂകമ്പ കകു പ്രജാഹ വാതോതി ചണ്ഡോഗ്രഹണം രവീന്ദ്രോ നക്ഷത്രതാരാഗണ വൈകൃതാനി വ്യഭ്രേ വൃഷ്ടി വൈകൃതം വാതി വൃഷ്ടി ധൂമോനഗ്നി വിസ്ഫുലിംഗാർച്ചിഷോ വാ വന്യം സത്യം ഗ്രാമമധ്യേ വിശ്വേദ്വാ രാത്രാവൈന്ദ്രം കാർമുകം ദൃശ്യത്തെ വാ സന്ധ്യാവികാരഃ പരിവേഷഖണ്ഡോ നദ്യ പ്രതീപാദിവിതൂര്യനാദ അന്യർച്ചയസ്മാൽ പ്രകൃതേ പ്രദീപം തന്മണ്ഡലൈരേവ ഫലം നിഗാദ്യം. അപ്പോൾ ഇവിടെ ഹരിശ്ചന്ദ്രപുരം അതൊരു രാജ്യത്തിൻ്റെയോ മറ്റോ പേരായിരിക്കാം, ചിലപ്പോൾ വരാഹമിഹിരാചാര്യർ അന്ന് ഗവേഷണം നടത്തിയ പ്രദേശത്തിൻ്റെ പേരായിരിക്കാം. എന്തായാലും അതിൻ്റെ അർത്ഥമൊന്നും അവിടെ കൊടുത്തിട്ടില്ല. ഹരിശ്ചന്ദ്രപുരം എന്താന്നുള്ളത് മനസ്സിലായിട്ടില്ല കൃത്യമായിട്ട്. എന്തായാലും അങ്ങനെ ഒരു വാക്കോട് കൂടിയാണ് ആ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇനിയിപ്പോൾ ഹരിശ്ചന്ദ്രപുരം എന്നുള്ളത് ഒരു ലക്ഷണമാണോ എന്നും അറിയില്ല. എന്തായാലും ആകാശത്തിലെ പൊടിപടലങ്ങൾ, ഇടിമുഴക്കം, ഭൂകമ്പം, ദിക്കുകൾ, തീയ്, കൊടുങ്കാറ്റ്, സൂര്യചന്ദ്രഗ്രഹണം, നക്ഷത്രങ്ങളുടെയും താരകങ്ങളുടെയൊക്കെ അസാധാരണമായിട്ടുള്ള സ്വഭാവം, മേഘമില്ലാതെ മഴ പെയ്യുക, ആകാശത്തെ കാണുന്ന അസാധാരണമായിട്ടുള്ള പ്രതിഭാസങ്ങൾ, അതിവൃഷ്ടി, തീയില്ലാത്ത പുക, പൊരി, പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന ജ്വലനം, ഇങ്ങനെ അനേകം കാര്യങ്ങൾ പറഞ്ഞു പോണു. വന്യമൃഗങ്ങളുടെയും മറ്റൊക്കെ ഗ്രാമപ്രവേശനം, രാത്രി അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാട്ടു താമസിക്കുന്ന മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് ദുർലക്ഷണമാണ്, നമുക്കറിയാവുന്ന കാര്യം. രാത്രികാലത്ത് മഴവില്ല് പ്രത്യക്ഷപ്പെടുക, സന്ധ്യാസമയത്തുണ്ടാകുന്ന പ്രകൃതിയിലെ അസാധാരണത്വം, സൂര്യചന്ദ്രന്മാരുടെ പരിവേഷം പറഞ്ഞു, കൊറോണ, അതിൻ്റെ പരിധി, നദികളുടെ വിപരീതമായ ഒഴുക്ക്, ആകാശത്ത് നിന്ന് വാദ്യശബ്ദ ശ്രവണം, ഇതൊക്കെ തന്നെ ഉൽപാദങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവ ദുർലക്ഷണങ്ങളാണ്. ഇനി ചിലതൊക്കെ നല്ല നിമിത്തമായിട്ടും വരുന്ന അതിന് ചെറിയ ചെറിയ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാലും അധികവും ദുർലക്ഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ആ പരിതസ്ഥിതിയെയും മറ്റുമൊക്കെ നോക്കിയിട്ട് വേണം അതിനെക്കുറിച്ച് വിചാരം ചെയ്യാമെന്ന് കൂടെ ആചാര്യൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം കണ്ടിട്ട് അത് ദുർലക്ഷണമാണെന്ന് പറയേണ്ടതില്ല. അതെന്താണെന്നും കൂടെ ആ കാലഘട്ടവും മറ്റുമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പറയാമെന്ന് മാത്രം. അപ്പം നിമിത്തശാസ്ത്രം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും ഇവിടെ ഭാഗവതത്തിൽ ഈ പറഞ്ഞ ഓരോന്നും ദുർലക്ഷണമാണ്. അവയുടെ ആകത്തുകയുടെ ഫലം അത്യന്തം ആപൽക്കരവുമാണ്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ചുറ്റുപാടുകളുടെയും പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഉൽപ്പന്നമാണ്. അപ്പോൾ ചുറ്റുപാടുകളൊക്കെ നശിക്കുന്ന സമയത്ത് നാശകാരികളായിട്ടുള്ള ജീവജാലങ്ങൾ ഉണ്ടാവുന്നത് പോലെ ആ ചുറ്റുപാടുമുള്ള സമൂഹമൊക്കെ നാശോന്മുഖമായി തീരുമ്പോൾ അതിനെ കൂടുതൽ ശക്തിമത്താക്കാൻ വേണ്ടിയിട്ട് നാശകാരികളായിട്ടുള്ള മനുഷ്യർ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നു. അപ്പം അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇല്ലേ, ജനം ജനേന ജനയൻ മാരയൻ മൃത്യുനാന്തകം. ജനങ്ങൾ തന്നെ ആ ജനങ്ങളുടെ ഇടയിൽ നിന്ന് അതിനെ നശിപ്പിക്കാനുള്ള ജനങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നാണ്. അപ്പൊ പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് നാശം ആവശ്യമാണ്. അപ്പൊ അത് നശിപ്പിക്കാനുള്ള ആൾക്കാര് അവിടെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നു. അതിന് ഓരോരുത്തരും നിമിത്തമായി തീരുന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ അത് ദിതിയും കശ്യപനുമായി എന്നേ ഉള്ളൂ. അവർക്ക് 2 കുട്ടികളും ഉണ്ടായി. എന്തായാലും ഇവിടെ അതാ ഈ നിമിത്തങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടത് ഭൂമിയിലും അന്തരീക്ഷത്തിലും സ്വർഗത്തിലും താമസിക്കുന്ന ആൾക്കാരാണ്. മനുഷ്യരും ഭൂമിയിലുള്ള ഇതര ജീവികളുമൊക്കെ ഭൂമിയിൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു. ഭൂതപ്രേത പിശാചാദികൾ അന്തരീക്ഷത്തിൽ അനുഭവിക്കേണ്ടി വരുന്നു. ദേവന്മാരെ സ്വർഗത്തിൽ അനുഭവിക്കേണ്ടി വരുന്നു. ഇങ്ങനെ സകലർക്കും നാശകാരികളായിട്ട് 2 കുട്ടികൾക്ക് ഈ അമ്മ ജന്മം കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് തുടർന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണാം. എല്ലാവർക്കും നമസ്കാരം. നാരായണ നാരായണ നാരായണ.